കുന്നംകുളം നഗരസഭയ്ക്ക് മൊബൈൽ ദ്രവമാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച അജണ്ടയിൽ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി. കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് പകുതി തുക മുൻകൂറായി നൽകുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ട് അംഗീകരിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയിൽ നിന്ന് മൊബൈൽ FSTP യൂണിറ്റ് വാങ്ങുന്നതിന് GST നികുതി ഉൾപ്പെടെ 44,71,610 രൂപയുടെ പകുതി മുൻകൂറായി അനുവദിക്കുന്നതിനുള്ള അജണ്ടയാണ് ശനിയാഴ്ച ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിൽ പരിഗണിച്ചത്. പ്രസ്തുത കമ്പനിയുടെ യന്ത്രം വാങ്ങിയിട്ടുള്ള ചാലക്കുടി, കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ ഇവ തകരാറിലായതായി BJPയിലെ KK മുരളി പറഞ്ഞു. നഗരസഭയിൽ നിന്ന് മുൻപ് നേരിട്ട് സന്ദർശിച്ചത് പൊള്ളാച്ചിയിലുള്ള മറ്റൊരു കമ്പനിയാണെന്നും പുതിയ കമ്പനിയുടെ യന്ത്രത്തെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെ മുൻകൂറായി പണം അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അംഗങ്ങളും പറഞ്ഞു. എന്നാൽ ഭരണപക്ഷ അംഗങ്ങൾ ആരോപണങ്ങളെ തള്ളി. തുടർന്നാണ് കോൺഗ്രസിന്റെ ആവശ്യപ്രകാരം വോട്ടിനിട്ട അജണ്ട ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചത്. കുന്നംകുളം നഗരസഭാ ബസ് സ്റ്റാൻഡിന് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അനുമതി നൽകുന്നതിനായുള്ള അജണ്ട കഴിഞ്ഞ ദിവസം നടന്ന RTA യോഗത്തിൽ പരിഗണിച്ചിട്ടില്ലെന്ന് ലബീബ് ഹസൻ ചൂണ്ടിക്കാട്ടി. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് നൽകേണ്ട റിപ്പോർട്ടും കളക്ടർക്ക് സമർപ്പിച്ചിട്ടില്ലെന്ന് ലബീബ് ഹസൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് വന്നതോടെ നഗരത്തിലെ വ്യാപാരം ആ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചതായി കാണിച്ച് വ്യാപാരി സംഘടന നൽകിയ കേസ് നിലനിൽക്കുന്നതിനാലാണ് കാലതാമസം നേരിടുന്നതെന്നും ചേംബർ ഓഫ് കൊമേഴ്സുമായി ചർച്ച ചെയ്ത് വിഷയം ഉടൻ പരിഹരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽക്കൂരകളുടെ അറ്റകുറ്റപ്പണി ഉടൻ ആരംഭിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൗൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, കൗൺസിലർമാരായ ഷാജി അലിക്കൽ, ബിജു C ബേബി, ബീന രവി, ബിനു പ്രസാദ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു.